ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 21,737 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഒരു +38 പോയിന്റിന്റെ ഗ്യാപ്പോടുകൂടി ഓപ്പൺ ചെയ്തത് 21,775 എന്ന ലെവൽ വരെയാണ്. അതിനുശേഷം 813 വരെ ഹൈ കാണിച്ചു. പിന്നീട് ഡൗൺവേർഡ് പോരുകയാണ് ചെയ്തത്. 21,501 എന്ന ലെവലാണ് ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയ ലോ. ഇന്ന് നിഫ്റ്റിക്ക് നൽകാൻ കഴിഞ്ഞത് 312 പോയിന്റിന്റെ നല്ല ബൃഹത്തായ നല്ല വലിയ ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് എന്ത് ട്രേഡിംഗ് പ്ലാനാണ് നാളേക്ക് തയ്യാറാക്കാൻ പറ്റുക എന്ന് നോക്കണം. ഒപ്പം തന്നെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്, അത് എപ്രകാരം നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നും പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് എന്നീ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്, വിട്ടുപോകരുത്. ഓക്കെ, നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ 21,767 എന്ന ലെവലിൽ ഗ്രീനും 21,669 എന്ന ലെവലിൽ റെഡ് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് ആൻഡ് ബൈ രേഖപ്പെടുത്തിയിരുന്നു. അതിനിടയിൽ ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരുന്നു. നമുക്കിന്ന് ലഭിക്കുന്ന ഓപ്പണിംഗ് അനുസരിച്ച് വിവിധ രീതിയിൽ ട്രേഡ് ചെയ്തേക്കാം. അതിന് എപ്രകാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒപ്പം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കണം ലഭിക്കേണ്ടതെന്നും അത് ഒരുപക്ഷെ 21,853 മുകളിൽ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ബെറ്റർ ഹോപ്പ്, ഒരു അപ്പ് മൂവ്മെന്റിനുള്ള ഒരു നല്ല ശുഭപ്രതീക്ഷയ്ക്കുള്ള സാധ്യതയുള്ളൂ എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഈ ലെവലിലാണ്. അതിനുശേഷം താഴോട്ട് പോരുകയായിരുന്നു. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ ഞാൻ 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്, 3 മിനിറ്റിന്റെ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പരിശോധിക്കുക 1 മിനിറ്റിന്റെ ക്യാൻഡിലാണ്, പിന്നീട് 3 മിനിറ്റിന്റെ, പിന്നീട് 5 മിനിറ്റിന്റെ എന്നിങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ തന്നിരിക്കുന്ന ഹൈ രണ്ടാമത്തെ ക്യാൻഡിലിന് തരാൻ കഴിയാതെ മൂന്നാമത്തെ ക്യാൻഡിൽ ഡൗൺവേർഡ് പോരുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ ഈ ഏരിയയിൽ നിന്നും കാര്യം ഗ്യാപ്പ് അപ്പ് തന്നു, ഗ്രീൻ ലൈനിന് മുകളിൽ തന്നെങ്കിലും പ്രൈസിന് അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ ഡൗൺവേർഡ് പോരുകയാണ് എന്ന് തോന്നുന്ന ഏതൊരാൾക്കും ഈ ലൈനിൽ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഇത് സ്റ്റോപ്പ് ലോസ് ആയി നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കരുതാവുന്നതാണ്. അങ്ങനെ കരുതുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് സഞ്ചരിക്കുമ്പോൾ ഈ ഏരിയകളാണ്, ഇതെല്ലാം സപ്പോർട്ട് ഏരിയകളാണ്, ഇവിടെ കൃത്യമായും ലഭിക്കും, ഒരു ടാർഗറ്റ് ലഭിച്ചിരിക്കും. എന്നാൽ ഇന്ന് എനിക്ക് ഈ ട്രേഡിൽ എൻ്റർ ആവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പകരം ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നൽകുന്നു എന്ന് തോന്നിയപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ലോ പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കേണ്ടുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ നൽകിയ ഉയരമായിരിക്കണം. എന്നാൽ ഇവിടെ ഈ ഏരിയയിൽ വന്ന് നമ്മുടെ ഗ്രീൻ ലൈനിൽ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിൽ ഞാൻ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ലെവലിൽ പ്രൈസ് അപ്വേർഡ് ഒരു മൂവ്മെന്റ് തരുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എന്റെ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യുകയും തുടർന്ന് ഈ ഏരിയയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുകയുമാണ് ചെയ്തത്. എന്റെ പ്രതീക്ഷ ടാർഗറ്റ് ഈ അതുവരെ നൽകിയ ലോ ആയിരുന്നു. തുടർന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം എന്നായിരുന്നു കരുതിയിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഏരിയയിൽ നിന്നും എന്റെ ടാർഗറ്റ് കവർ ചെയ്തു. പിന്നീട് പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയയും ബ്രേക്ക് ചെയ്തതായി കാണാൻ കഴിഞ്ഞു. തുടർന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടിയപ്പോൾ ഈ ഏരിയയിൽ നിന്നും വീണ്ടും പ്രൈസ് ഡിക്ലൈൻ മെന്റാലിറ്റി ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി ഹോൾഡ് ചെയ്യുകയാണ് ചെയ്ത്. തുടർന്ന് അങ്ങോട്ടേക്ക് വീണ്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ പ്രൈസ് വരികയും റിപ്പീറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുകയും ചെയ്തിരുന്നു. സാമാന്യം നല്ല ടാർഗറ്റ്, പ്രതീക്ഷിച്ചിരുന്ന ടാർഗറ്റുകൾ ഓരോന്നോരോന്നായി കവർ ചെയ്ത് ഈ ഏരിയയിലാണ് ഇന്ന് പ്രൈസ് ക്ലോസ് ആയിട്ടുള്ളത്. ഇന്നും കൃത്യമായ പ്ലാനോടുകൂടി കൃത്യമായി രീതിയിൽ ട്രേഡ് ചെയ്ത എല്ലാ ഇൻട്രാഡേ ട്രേഡേഴ്സിനും നല്ല പ്രോഫിറ്റ് ഓപ്ഷൻ ബൈയിങ്ങിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ മൂവ്മെന്റിനെ അനുസരിച്ച് നാളെ നമ്മൾക്ക് ഏത് വിധത്തിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയും എന്നൊന്ന് പരിശോധിക്കാം. 31/1/2024 ബുധനാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിൽ ഞാൻ 21,598 എന്ന ലെവലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നതിന് ഇന്നത്തെ ലോ 21,500 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ 21,579, 509 എന്നീ ലെവലുകളിൽ ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു
ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷൻ തരുന്നോ ആ ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യുക. മറുവശം അതുവരെ നൽകിയ ലോയോ അല്ലെങ്കിൽ തൊട്ട് താഴെയോ തൊട്ട് മുകളിലോ ഉള്ള ഏരിയ പ്രൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് നാളെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും 24,500 എന്ന ലെവൽ ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് പ്രധാന റെസിസ്റ്റന്റ് ആയി ഞാൻ കരുതാവുന്ന ഏരിയ 24,598 എന്ന ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഒരു ഡിക്ലൈനിൽ വീണ്ടും എൻ്റർ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതുവരെ നൽകിയ ഉയരം ആയിരിക്കും പ്രധാനമായി കരുതുന്ന ടാർഗറ്റ്. തുടർന്ന് അങ്ങോട്ട് 627, 21,627, 20,683 എന്നിങ്ങനെ മുകളിലോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ഓരോന്നായി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷന് പകരം ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ പ്രധാനമായും 24,598 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യമായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ലോ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യുക, അതിന് അടിയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ തുടർന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,428 എന്ന ലെവലാണ്. അത് ഇന്നലത്തെ ലോയാണ്. അത് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന പക്ഷം തുടർന്ന് ഈ താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റുകളും ലഭിച്ചേക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ. സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന 24,500 ലെവൽ ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 24,464, 428, 402, 366, 317, 281 എന്ന ലെവലുകളാണ്. ഇനി ഒരു പക്ഷേ നാളെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ, അതായത് 24,500 എന്ന റെഡ് ലൈനിന് താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് വീണ്ടും ട്രേഡ് ചെയ്യും. അത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോന്നും ഈ ഗ്യാപ് ഡൗൺ ആയി ഇവിടെയാണ് പ്രൈസ് ഉണ്ടാകുന്നതെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏരിയ എല്ലാം റെസിസ്റ്റൻസും താഴെയുള്ളതെല്ലാം സപ്പോർട്ടുമായി മാറുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റന്റ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഈ രേഖപ്പെടുത്തിയവ തന്നെയാണ്. എന്നാൽ മറിച്ച് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയകളിൽ എവിടെ നിന്നെങ്കിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നതിന് ശേഷം ആ ഏരിയയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അങ്ങനെ അപ്വേർഡ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 24,500 എന്ന ലെവലാണ്. ഇന്നത്തെ ലോയാണ്. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരോ ഏരിയകൾ അപ്വേർഡ് തന്നെ വീണ്ടും ഡിക്ലൈൻ തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ വീണ്ടും അപ്വേർഡുള്ള റെസിസ്റ്റൻസ് സോണുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കും. ഇനി ഒരുപക്ഷെ ഈ ഗ്രീൻ ലൈനിന് മുകളിൽ ഇന്നത്തേതുപോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ഒരുപക്ഷെ ഇതിന് മുകളിൽ ഒരു ഓപ്പണിംഗ് തന്നതിന് ശേഷം വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വന്ന് ഉടനെ തന്നെ ഈ ഏരിയയിൽ നിന്നും ഈ ഗ്രീൻ ലൈനിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്തേക്കാം, അഥവാ ഈ ഏരിയയിൽ നിന്നും ഒരു സപ്പോർട്ട് എടുത്തേക്കാം. അങ്ങനെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് അതുവരെ നൽകിയ ഉയരം തന്നെയാണ്. അതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് തുടർന്നുള്ള ചെറിയ ഡിക്ലൈനിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുമ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെയും നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റുകൾ ഉണ്ടാവട്ടെ, നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.